ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് രാജ്യത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട്, യുക്രൈൻ സന്ദർശനത്തിന് തുടക്കമായി. പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് 23-ന് രാജ്യത്തുടനീളം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കൊൽക്കത്തയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ വിവരങ്ങൾ നീക്കം ചെയ്യാൻ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ട് വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. കേരളത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. പാരീസ് ഒളിമ്പിക്സിലെ മികച്ച പ്രകടനത്തിന് ഹോക്കി താരം PR ശ്രീജേഷിന് കേരളം 2 കോടി രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട്, യുക്രൈൻ സന്ദർശനത്തിന് തുടക്കമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. ഇന്ത്യ പോളണ്ട് സൗഹൃദം ദൃഢമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പോളിഷ് പ്രസിഡന്റ് ആൻഡ്രോ ഡ്യൂഡ, പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹവുമായും വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും. മറ്റന്നാൾ യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് 23-ന് രാജ്യത്തുടനീളം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് ചന്ദ്രനെ തൊടുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സമൂഹത്തിലും സാങ്കേതികവിദ്യയിലും ബഹിരാകാശ പര്യവേഷണത്തിന്റെ സ്വാധീനത്തിന് ഊന്നൽ നൽകിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ മറ്റന്നാൾ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യം ചന്ദ്രോപരിതലത്തിൽ വിക്രം ലാൻഡർ ഇറക്കിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ 5 മടങ്ങ് വർദ്ധിച്ച് $44 ബില്യൺ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബഹിരാകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ബഹിരാകാശ പര്യവേഷണത്തിലെ സുപ്രധാന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുകയും ഭാവി തലമുറയ്ക്ക് പ്രചോദനമാവുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് രാജ്യത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ ഫരീദാബാദിൽ JC ബോസ് സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ 5ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാങ്കേതിക വിദ്യയുടെ വികാസത്തോടെ പുരോഗതിയുടെ പല വഴികൾ തുറന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. आज टेक्नोलॉजी के विकास से उन्नति के कई मार्ग खुले हैं. जैसे दूर दराज के क्षेत्र में इंटरनेट पहुंचने से ऑनलाइन रोजगार के अनेक अवसर पैदा हुए हैं. लेकिन हमें याद रखना चाहिए कि टेक्नोलॉजी का उपयोग समुचित एवं सतत विकास और जनहित के लिए ही हो. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വെള്ളിയാഴ്ച ഗുജറാത്ത് സന്ദർശിക്കും. ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അഹമ്മദാബാദിലെ ഗുജറാത്ത് സർവകലാശാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആഗോളതലത്തിലെ പ്രധാന വെല്ലുവിളിയായ കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിന് എല്ലാ രാജ്യങ്ങളും കൂട്ടായി പരിശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. എല്ലാവർക്കുമായുള്ള ഭാവി സൃഷ്ടിക്കുന്നത് മാനവികതയുടെ സുസ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. 19ാമത് CII ഇന്ത്യൻ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, നിക്ഷേപം, അടിസ്ഥാന സൗകര്യം, ആരോഗ്യ സംരക്ഷണം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലാണ് സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കാൻ സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ രംഗത്തെ ഭാവി സഹകരണം സംബന്ധിച്ച ഉന്നതതല യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി പങ്കെടുക്കും. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും. ലോക സാമ്പത്തിക സെൻട്രൽ ബാങ്ക് മേധാവികളുടെ പട്ടികയിൽ തുടർച്ചയായി 2ാം തവണയും A+ റാങ്ക് നേടിയ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു.
സാമ്പത്തിക വളർച്ചയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തികാന്ത ദാസ് നൽകുന്ന നേതൃത്വത്തിനുള്ള അംഗീകാരമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറുടെ വിവരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഡോക്ടറുടെ വ്യക്തിവിവരങ്ങൾ സംബന്ധിച്ച എല്ലാ പരാമർശങ്ങളും ഫോട്ടോഗ്രാഫുകളും ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് മത്സരിക്കും. അടുത്ത മാസം 3-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ AAY കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാർക്കും 13 ഇനം അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുത്തിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതിന് 34.29 കോടി രൂപ മുൻകൂറായി സപ്ലൈകോയ്ക്ക് അനുവദിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാനും തീരുമാനിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗം PR ശ്രീജേഷിന് പാരിതോഷികമായി 2 കോടി രൂപ നൽകാനും തീരുമാനമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. കന്യാകുമാരി, നാഗർകോവിൽ എന്നിവിടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം നടത്തുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കന്യാകുമാരി SP-യോട് ലോക്കൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അസമിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ ആർമി റെഡിനെ എതിരില്ലാതെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സെമിയിലെത്തി. മേഘാലയയിൽ നടക്കുന്ന മത്സരത്തിൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഷില്ലോങ് ലജോങ്ങിനെ നേരിടുകയാണ്. വെള്ളിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC-യുമായി ഏറ്റുമുട്ടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 102 പോയിന്റ് ഉയർന്നു 80,905-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 71 പോയിന്റ് വർദ്ധിച്ച് 24,770-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 400 രൂപ വർദ്ധിച്ച് 53,680 രൂപയും ഗ്രാമിന് 50 രൂപ കൂടി 6,710 രൂപയുമാണ് ഇന്നത്തെ വില. തായ്ലൻഡിൽ ആദ്യമായി കുരങ്ങുപനിയെന്ന് സംശയിക്കുന്ന കേസ് കണ്ടെത്തി. രോഗി കോങ്കോ സന്ദർശിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ആഫ്രിക്കയ്ക്ക് പുറത്ത് ക്ലേഡ് 1B ഇനത്തിൽപ്പെട്ട കേസുകൾ കണ്ടെത്തുന്ന ആദ്യ രാജ്യങ്ങളാണ് തായ്ലൻഡും സ്വീഡനും. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിലെത്തി. ഗാസയ്ക്ക് മാനുഷിക സഹായം നൽകുന്നതിനും വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥനെന്ന നിലയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് നടത്തുന്ന ശ്രമങ്ങൾക്കും ബ്ലിങ്കൻ നന്ദി പറഞ്ഞു. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ ശ്രമം തുടരേണ്ടതിന്റെ പ്രാധാന്യവും ബ്ലിങ്കൻ എടുത്തു പറഞ്ഞു. മോസ്കോ മേഖലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 45 യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായി റഷ്യ. മോസ്കോയിലുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിതെന്ന് മോസ്കോ മേയർ സെർജി സോബ്യാനിൻ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ക്രിമിയൻ പാലത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണവും കരിങ്കടലിന് മുകളിലൂടെയുള്ള ഡ്രോൺ ആക്രമണവും സൈന്യം ചെറുത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, നവീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് രാജ്യത്തിന്റെ പുതിയ വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട്, യുക്രൈൻ സന്ദർശനത്തിന് തുടക്കമായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനമായ ഓഗസ്റ്റ് 23-ന് രാജ്യത്തുടനീളം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. കൊൽക്കത്തയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ വിവരങ്ങൾ നീക്കം ചെയ്യാൻ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ട് വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. കേരളത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. പാരീസ് ഒളിമ്പിക്സിലെ മികച്ച പ്രകടനത്തിന് ഹോക്കി താരം PR ശ്രീജേഷിന് കേരളം 2 കോടി രൂപ പാരിതോഷികം നൽകും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.